ഹായ് എല്ലാവർക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ട്രൈ ചെയ്യുന്നത് വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു അടിപൊളി ചിക്കൻ ദം ബിരിയാണിയാണ് കേട്ടോ. അധികം ടൈമൊന്നും എടുക്കാണ്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു സിമ്പിൾ റെസിപ്പിയാണിത്. ആദ്യം തന്നെ കുക്കറിൽ ചിക്കൻ എടുത്ത് അതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പ്, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടേബിൾ സ്പൂൺ വെള്ളം. ഈ വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല കേട്ടോ, വേണമെന്നുണ്ടെങ്കിൽ മാത്രം ഒഴിച്ചാൽ മതി, അല്ലാതെ തന്നെ ചിക്കനിൽ വെള്ളം ഇറങ്ങി വരും. അപ്പോൾ ഇത്രയും ഒഴിച്ച് കൊടുത്തിട്ട് ഫുൾ ഫ്ലെയിമിലിട്ടിട്ട് ഒരു വിസിൽ വരുന്നത് വരെ വേവിച്ചെടുക്കുക. അതിനുശേഷം ഇതിൻ്റെ എയർ കളയണം, അല്ലെങ്കിൽ കുക്കറിൽ തന്നെ ഇരുന്നിട്ട് വല്ലാതെ ചിക്കൻ വെന്ത് പോകും. ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കുക. സൺഫ്ലവർ ഓയിലോ പാം ഓയിലോ ഏത് വേണമെങ്കിലും എടുക്കുക. അതിലേക്ക് 2 സവാള ഇട്ടിട്ട് നന്നായിട്ട് വറുത്ത് കോരി മാറ്റി വെക്കണം കേട്ടോ. അപ്പോൾ ഈ ഒരു സവാളയുടെ എണ്ണം കൂട്ടോ കുറയ്ക്കുകയോ വേണമെങ്കിൽ ചെയ്യുക. ഇത് നമ്മൾ ബിരിയാണിയുടെ മുകളിലായിട്ട് ഇടാൻ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ ഇതൊരു ബ്രൗൺ കളറാവുന്നത് വരെ വറുത്തെടുക്കണം കേട്ടോ. അതിനുശേഷം ഇത് കോരി മാറ്റാം. ഈ ഒരു കളറാകുമ്പോൾ ഇത് കോരി മാറ്റാം, അല്ലെങ്കിൽ പിന്നെ വല്ലാതെ കരിഞ്ഞു പോവുള്ളൂ കേട്ടോ. അപ്പോൾ ഈ സവാളൊക്കെ കോരി മാറ്റിയിട്ടുണ്ട്. അതേ എണ്ണയിലേക്ക് തന്നെയാണ് കുറച്ച് കാഷ്യൂനട്ടും കൂടി ഇട്ട് കൊടുക്കുക. അതും ഒരു ബ്രൗൺ കളറാവുന്നത് വരെ വറുത്ത് മാറ്റി വെക്കണം കേട്ടോ. അപ്പോൾ ഈ കാഷ്യൂനട്ട് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഇതിൻ്റെ അളവൊക്കെ കൂട്ടും കുറക്കൊക്കെ ചെയ്യാം കേട്ടോ. ഇപ്പോൾ ഇട്ടില്ലാച്ചെങ്കിലും കുഴപ്പമൊന്നുമില്ല, അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ടാണ് കേട്ടോ ഇടേണ്ടത്. അപ്പോൾ ഒന്ന് ബ്രൗൺ കളർ ആവുന്നത് വരെ ഇട്ടാൽ മതി കേട്ടോ. അതിനുശേഷം ഇതും കോരി മാറ്റുക. അതിലേക്ക് തന്നെയാണ് കിസ്മിസും കൂടി ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. നമ്മുടെ ഉണക്കമുന്തിരി അതും കൂടി ഇട്ടിട്ട് വറുത്ത് കോരി മാറ്റി വെക്കുക. ഈ ഒരു ടൈമിലൊക്കെ ഗ്യാസിൻ്റെ ഫ്ലെയിം കുറച്ച് വെക്കുക കേട്ടോ, ഏറ്റവും നല്ലത്. അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. ഈ എണ്ണയിലേക്ക് തന്നെയാണ് നമ്മളൊരു 3 വലിയ സവാളയാണ് കേട്ടോ, അതിട്ടിട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കുക. ഇത് ചിക്കനിലേക്കുള്ള മസാലയ്ക്ക് വേണ്ടിയിട്ടുള്ള സവാളയാണ്. ഈ മസാല തന്നെയാണ് നമ്മൾ ബിരിയാണിയിലേക്ക് എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ അത്യാവശ്യം സവാള ഇട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ അത് വഴന്ന് വരുന്ന ടൈമിൽ ബിരിയാണിക്കുള്ള അരി ഇട്ടിട്ടുണ്ട് കേട്ടോ. ഒരു 3 നാഴി അരിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഈ അരിയിലേക്ക് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് കഴുകിയിട്ട് മാറ്റിയതിന് ശേഷം വെള്ളം ഒഴിച്ച് കുതിർത്താൻ വെക്കുക. അപ്പോൾ സവാള നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇത്രയും അരച്ചിട്ടുള്ള പേസ്റ്റാണ് ഇട്ട് കൊടുക്കുന്നത്. ഒരു 2 ഉണ്ട വെളുത്തുള്ളി, അതുപോലെ വലിയൊരു കഷ്ണം ഇഞ്ചി, ഒരു 3 പച്ചമുളക് ഇത്രയും മതിയാവും കേട്ടോ. അപ്പോൾ അതും കൂടി ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കുക. ഇതിൻ്റെ ഒരു പച്ചമണമൊക്കെ മാറി വരണം, അതുപോലെ അടി പിടിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. ഇതിലേക്ക് കുറച്ച് വേപ്പിൻ്റെ ഇല കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് ഇതിൻ്റെ പച്ചമണമൊക്കെ മാറി വരുന്ന ടൈമിൽ തക്കാളി ഇട്ട് കൊടുക്കുക. തക്കാളി വലിയ തക്കാളി ആണെച്ചെങ്കിൽ ഒരു 1, അല്ലെങ്കിൽ ചെറുതാണെച്ചെങ്കിൽ 2 3 ഇത്രയും മതി കേട്ടോ. അപ്പോൾ അത് വഴന്ന് വരുന്ന ടൈമിൽ നമ്മൾ റൈസ് റെഡിയാക്കി എടുക്കുകയാണ്. അപ്പോൾ ആദ്യം തന്നെ ഒരു പാത്രം വെച്ച് കൊടുത്ത് അതിലേക്ക് കുറച്ച് RKG, ഇത് 10 രൂപയുടെ പാക്കറ്റായിട്ടുള്ള RKG ആണ് കേട്ടോ. അപ്പോൾ ഒരു പാക്കറ്റ് മുഴുവനായിട്ട് ഞാൻ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിലും കൂടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് പട്ട, ഗ്രാമ്പു, ഏലക്ക, തക്കോലം ഇത്രയും ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കുക. വല്ലാതെ മൊരിയേണ്ട ആവശ്യമില്ല, ഒന്ന് ചൂടാക്കി എടുത്താൽ മതി. അതിലേക്ക് ഒരു ചെറിയ സവാള ഇട്ടിട്ട് അതും കൂടി വഴറ്റിയെടുക്കുക. നന്നായി മൊരിയേണ്ട ആവശ്യമില്ല കേട്ടോ, ഒന്ന് വഴന്ന് വന്നാൽ മതി. അപ്പോൾ അത് വഴന്ന് വന്ന ടൈമിൽ നമുക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ബിരിയാണിയുടെ അരി എത്ര എടുക്കുന്നത് വെച്ചാൽ അതിനനുസരിച്ചിട്ടാണ് വെള്ളം ഒഴിച്ച് കൊടുക്കേണ്ടത്. ഞാനിവിടെ 3 നാഴി അരിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിലേക്ക് 6 നാഴി വെള്ളമാണ് ഒഴിച്ച് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ എത്ര അരിയാണോ എടുക്കുന്നത് അതിൻ്റെ ഇരട്ടിയാണ് വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ടത്. പിന്നെ ചില ബിരിയാണി അരിയുടെ വേവിനനുസരിച്ചിട്ട് ഈ വെള്ളത്തിൻ്റെ അളവിലും വ്യത്യാസം വരും. ഇത് നന്നായിട്ട് വേവുള്ള അരി ആയതുകൊണ്ട് തന്നെയാണ് ഞാൻ ആ കറക്റ്റ് അളവിലുള്ള ഇരട്ടിയിലുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ അത് തിളക്കുന്ന ടൈമിൽ നമ്മുടെ മസാലയൊക്കെ നന്നായിട്ട് വാടി വന്നിട്ടുണ്ട് കേട്ടോ. തക്കാളി, സവാളയൊക്കെ നന്നായി വാടി വന്നിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കുക. 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. മഞ്ഞൾപ്പൊടി നമ്മൾ ചിക്കനിൽ മുമ്പ് ഇട്ടിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ 1/2 ടീസ്പൂൺ മതി. 1 ടീസ്പൂൺ ഗരം മസാല. ഈ ഗരം മസാല വീട്ടിൽ തന്നെ പൊടിച്ചെടുത്തിട്ടുള്ളതാണ്. അങ്ങനെ എല്ലാച്ചും നിങ്ങളുടെ വീട്ടിൽ കയ്യിലില്ലാച്ചെങ്കിൽ ചിക്കൻ മസാല അല്ലെങ്കിൽ ഗരം മസാല വാങ്ങിക്കുന്നതോ അങ്ങനെ എന്തായാലും ചേർത്ത് കൊടുക്കുക. അപ്പോൾ അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക കേട്ടോ. ഈ പൊടികളുടെ പച്ചമണമൊക്കെ ഒന്ന് മാറി വരണം. ഈ പൊടികൾ ഇടുന്ന ടൈമിൽ ഗ്യാസിൻ്റെ ഫ്ലെയിം എപ്പോഴും ലോയിലായിരിക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ, അല്ലെങ്കിൽ പൊടികൾ ഇടുന്ന ടൈമിൽ കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ പൊടികളൊക്കെ ഇട്ടിട്ട് ഒന്ന് മൂപ്പിച്ചിട്ട് എടുത്തിട്ട് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ തൈര് ഒഴിച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ഈ തൈര് ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ആക്കി എടുക്കണം. അതിന് ശേഷമാണ് കേട്ടോ ഞാൻ ഉപ്പിട്ട് കൊടുക്കുന്നത്. അല്ലെങ്കിൽ മുമ്പ് തന്നെ ഉപ്പിട്ട് കഴിഞ്ഞാലും തൈര് ഒഴിച്ച് കഴിഞ്ഞാൽ ഉപ്പിൻ്റെ അളവ് കുറഞ്ഞിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഈ മസാലയ്ക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് മാത്രം ഇട്ട് കൊടുത്താൽ മതി. ചിക്കനിൽ നമ്മൾ ഓൾറെഡി ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ മസാലയ്ക്ക് ആവശ്യമായിട്ടുള്ള ഒരു 1/2 ടീസ്പൂണോളം ഉപ്പ് മാത്രം ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറവുണ്ടെങ്കിൽ അതനുസരിച്ചിട്ട് ഇട്ട് കൊടുക്കാം. പിന്നീട് ഇതിലേക്ക് കുറച്ച് മല്ലിച്ചപ്പും പുതിനയും കൂടി കട്ട് ചെയ്തതാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. അതൊരു കൈപ്പിടിയിലുള്ള ഒരളവ് മതി, അതിനനുസരിച്ചിട്ട് ഇട്ട് കൊടുക്കുക. അതും കൂടി നന്നായി മിക്സ് ആക്കി എടുക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ വെള്ളം തിളച്ച് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ കഴുകി ഊറ്റി വെച്ചിട്ടുള്ള ഈ ഒരു അരി ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ അതൊരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേവിച്ചെടുക്കുക. പിന്നീട് ഈ മസാലയിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള ഈ ചിക്കനും കൂടി ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഈ ചിക്കന് നന്നായിട്ട് ഇതിൽ കിടന്നിട്ട് മിക്സ് ആക്കി എടുക്കണം. അതുപോലെ ഇതിൽ വെള്ളം നന്നായിട്ട് ഇറങ്ങി വന്നിട്ടുണ്ട് കേട്ടോ. ചിക്കനിലുള്ള വെള്ളം തന്നെ നന്നായി ഇറങ്ങി വന്നിട്ടുണ്ട്. പിന്നെ നമ്മൾ
ചിക്കൻ വേവിച്ചിട്ടുള്ള ആ ഒരു ടൈമിൽ കുക്കറിൻ്റെ ആ ഒരു എയറൊക്കെ കളഞ്ഞത് കാരണം തന്നെ അധികം വെന്തിട്ടുണ്ടാവില്ല കേട്ടോ. ഒരു 3/4 ഭാഗത്തോളം വേവായിട്ടുണ്ടാവുള്ളൂ. അതുകൊണ്ട് തന്നെ ബാക്കിയുള്ള വേവ് ഈ ഒരു മസാലയിൽ കിടന്നിട്ട് വെന്തോളൂ കേട്ടോ. പിന്നെ അത് അതിന് ശേഷം വെള്ളമൊക്കെ ഒന്ന് വറ്റി വന്നു കഴിഞ്ഞാൽ ദമ്മിടുകയാണ് കേട്ടോ. വലിയൊരു പാത്രം എടുത്ത് അതിലേക്ക് ഈ ചിക്കൻ ഇട്ട് കൊടുക്കുക. അപ്പോൾ ഈ ചിക്കന് ഇതിലേക്ക് നന്നായി ഫുള്ളായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അടിയിൽ ഈ പാത്രത്തിലായിട്ട് ആദ്യം തന്നെ ഒന്നും എണ്ണയോ നെയ്യൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല. ഈ ചിക്കൻ മാത്രം ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ മുഴുവനായിട്ട് ചിക്കൻ ഇട്ട് കൊടുത്ത് അതിൻ്റെ മുകളിലായിട്ട് നമ്മൾ റൈസ് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. ഈ ഒരു റൈസ് 3/4 ഭാഗത്തോളം വേവായാൽ മതി. വല്ലാതെ വെന്ത് കുഴയേണ്ട ആവശ്യമില്ല കേട്ടോ. ഇനി ഇതിൽ ദമ്മിൽ തന്നെ കിടന്നിട്ട് നന്നായിട്ട് വെന്തോളും. അപ്പോൾ അതാ നമ്മൾ ചോറ് പകുതി വേവായി കഴിഞ്ഞാൽ തന്നെ ഗ്യാസ് ലോ ഫ്ലെയിമിലേക്ക് മാറ്റണം കേട്ടോ. അല്ലെങ്കിൽ അടി പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കിയിട്ട് അതിൻ്റെ വേവും കൂടി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണം. അപ്പോൾ ചോറിൻ്റെ പകുതിയോളം ഭാഗമാണ് ഞാൻ ഇതിൻ്റെ മുകളിലായിട്ട് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ അത് പകുതിയോളം ഭാഗം ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്നിങ്ങനെ പരത്തി ഇട്ട് കൊടുക്കണം. അതുപോലെ കട്ടകളൊക്കെ ഉണ്ടെച്ചെങ്കിൽ അതും കൂടി ഒന്ന് ഉടച്ചിട്ട് വേണം ഇട്ട് കൊടുക്കാൻ കേട്ടോ. അല്ലെങ്കിൽ ഒന്നാ കയ്യിൽ കിടന്നിട്ട് കട്ട പിടിക്കുള്ളൂ. ഇപ്പോൾ ഇത് കട്ടകളൊന്നും കെട്ടാണ്ട് തന്നെയാണ് നമുക്ക് നല്ല അടിപൊളി റൈസായിട്ട് തന്നെയാണ് കേട്ടോ ഈ ചോറ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ അത് ഒരു ചോറിൻ്റെ ഒരു പകുതി ഭാഗത്തോളാണ് കേട്ടോ ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ അതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ഗരം മസാല ഇട്ട് കൊടുക്കാൻ കേട്ടോ. ഗരം മസാലയുടെ പൊടി, ആ പൊടിയും കൂടി ഇതിൻ്റെ മുകളിലായിട്ട് ഇട്ട് കൊടുക്കുക. അപ്പോൾ നല്ലൊരു ഫ്ലേവർ ആവും കേട്ടോ ഈ ചോറിന് കിട്ടുക. അതിന് ശേഷം നമ്മൾ വറുത്ത് മാറ്റി വെച്ചിട്ടുള്ള ആ ഒരു സവോള ഉണ്ടല്ലോ, ആ സവോളയും കുറച്ച് കാഷ്യൂനട്ടും അതുപോലെ കുറച്ച് മല്ലിച്ചപ്പും പുതിനയും അതും കൂടി ഇതിൻ്റെ മുകളിലായിട്ട് വെതറി കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ പകുതി ചോറാണ് ഞാൻ ഇട്ടിട്ടുള്ളത്. അതിൻ്റെ മുകളിലായിട്ടാണ് ഈ ഒരു സവോള വറുത്തതും മല്ലിച്ചപ്പൊക്കെ ഒന്ന് വെതറി കൊടുക്കുന്നത് കേട്ടോ. അതിൻ്റെ മുകളിലായിട്ട് തന്നെ ബാക്കിയുള്ള ചോറും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് നെയ്യും കൂടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അത് ഞാൻ പറയാൻ വിട്ടുപോയതാണ്. ഇതാ കുറച്ച് നെയ്യും കൂടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിലായിട്ട് ബാക്കിയുള്ള ചോറും കൂടി ഇട്ട് കൊടുക്കുക. അല്ലാന്ന് വെച്ചെങ്കിൽ അടിയിൽക്കൊന്നും നമ്മൾ മുകളിൽ ഒഴിക്കുന്ന നെയ്യ് എത്താനൊരു ചാൻസ് ഇല്ല കേട്ടോ. അപ്പോൾ അതാ ബാക്കിയുള്ള ചോറും കൂടി ഇതിൻ്റെ മുകളിലായിട്ട് ഇട്ട് കൊടുക്കുക. അപ്പോൾ ആ മുഴുവൻ ചോറും നമ്മൾ ആദ്യം ഇട്ട് കൊടുത്ത പോലെ തന്നെ കുറച്ച് കുറച്ചായി ഇട്ടിട്ട് ഇതിൻ്റെ മുകളിലായിട്ട് നന്നായിട്ടിട്ട് പരത്തി കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒന്ന് ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കും കൂടി വേണം കേട്ടോ. അപ്പോൾ അത് വല്ലാതെ അമർത്തി കൊടുക്കരുത്. ചെറുതായിട്ടൊന്ന് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്തിട്ട് മുഴുവൻ ചോറും കൂടി ഇതിൻ്റെ മുകളിലായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നമ്മൾ ബാക്കിയുള്ള നെയ്യും കൂടി ഒഴിച്ച് കൊടുക്കുക. അതുപോലെ നമ്മൾ വറുത്ത് മാറ്റി വെച്ചിട്ടുള്ള ആ ഒരു സവോളയും അണ്ടിപ്പരിപ്പും അതുപോലെ മല്ലിച്ചപ്പും പുതിനയും മൊത്തമായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിൻ്റെ മുകളിലേക്ക് നെയ്യും കൂടി ഒഴിച്ച് കൊടുക്കണം. ഞാൻ RKG ആണ് കേട്ടോ ഇവിടെ ഒഴിച്ച് കൊടുക്കുന്നത്. RKG ആകുമ്പോൾ നല്ലൊരു മണമാണ് കേട്ടോ ബിരിയാണിക്ക് ഉണ്ടാവുക. അപ്പോൾ അതും കൂടി ഒഴിച്ച് കൊടുത്തിട്ട് നമ്മൾ ദമ്മ് ചെയ്യാണ് കേട്ടോ. അപ്പോൾ ഞാനിത് ചെയ്യുന്നത് ഗ്യാസ് അടുപ്പിൻ്റെ മുകളിൽ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് ഗ്യാസിൻ്റെ മുകളിൽ തന്നെയായിട്ട് തന്നെയാണ് ദമ്മും ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഒരു മൂടി വെച്ചിട്ട് ഇത് ദം ചെയ്യുക. അപ്പോൾ ഈ ദം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ പാത്രം നേരിട്ടിട്ട് ഇപ്പോൾ നമ്മൾ ലോ ഫ്ലെയിമിലായിട്ടാണ് കേട്ടോ ഗ്യാസിൻ്റെ മുകളിൽ തിരിക്കുന്നത്. ചിക്കനിൽ കുറച്ചൊരു വെള്ളം പോലുള്ളത് കാരണം തന്നെ അടി പിടിക്കുകയൊന്നുമില്ല. അപ്പോൾ ഇത് മൂടി വെച്ചിട്ട് ഇതിൻ്റെ മുകളിലായിട്ട് നമ്മൾ വെയിറ്റുള്ള എന്തെങ്കിലും ഇട്ട് കൊടുക്കുക. ഞാൻ വെച്ച് കൊടുക്കുക കേട്ടോ. ഞാനിവിടെ ഇഞ്ചിയും ഇതൊക്കെ ചതക്കണം ആ ഒരു കല്ലാണ് മുകളിൽ കയറ്റി വെച്ചിട്ടുള്ളത്. അതിന് ശേഷം ഈ ഗ്യാസിൻ്റെ മുകളിൽ പഴയ ഒരു ചട്ടിയോ അല്ലെങ്കിൽ കട്ടിയുള്ള പാത്രം എന്തെങ്കിലും വെച്ച് കൊടുക്കുക. ഞാനിവിടെ പഴയ ദോശച്ചട്ടിയാണ് വെച്ച് കൊടുക്കുന്നത് കേട്ടോ. എന്നിട്ട് അതിൻ്റെ മുകളിലാണ് ഈ പാത്രം കയറ്റി വെക്കുന്നത്. എന്നിട്ട് നമ്മൾ ആദ്യത്തെ ഒരു 5 മിനിറ്റ് ഫുൾ ഫ്ലെയിമിൽ വെക്കണം. എന്നിട്ട് നമ്മളൊരു അരമണിക്കൂറോളം ലോ ഫ്ലെയിമിലും കൂടി വെക്കണം കേട്ടോ. അങ്ങനെ വെച്ചതിന് ശേഷം കുറച്ച് നേരം കഴിഞ്ഞ് ലോ ഫ്ലെയിമിൽ ഒരു അരമണിക്കൂർ വെച്ചതിന് ശേഷം ഗ്യാസ് ഓഫ് ആക്കുക. എന്നിട്ട് കുറച്ചും കൂടി കഴിഞ്ഞതിന് ശേഷം തുറന്നു നോക്കിയാൽ മതി കേട്ടോ. അപ്പോൾ ചിക്കനൊക്കെ റൈസും അതൊക്കെ നന്നായിട്ട് ഇതിൻ്റെ വെള്ളമൊക്കെ വറ്റി നല്ല അടിപൊളിയായിട്ട് തന്നെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൽ കളറൊന്നും ഒഴിച്ചിട്ടില്ല. നമ്മൾ ആ നെയ്യിൻ്റെ കളറാണ് കേട്ടോ ഈ കാണുന്നത്. അതുപോലെ തന്നെ ഈ ചിക്കനിലുള്ള ആ മസാലയൊക്കെ കൂടി മിക്സ് ആക്കുമ്പോൾ നല്ല കളറൊക്കെ വന്നിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ അത് അടിയത്ത് ചിക്കനൊക്കെ നന്നായിട്ട് സോഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അടിപൊളി ചിക്കൻ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരെന്ന് വെച്ചാൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ഒരു കുഞ്ഞ് ഹാർട്ടെങ്കിലും കമൻറ്റ് ഇടുക കേട്ടോ. അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റി ചിക്കൻ ബിരിയാണി തന്നെയാണ് കേട്ടോ ഇത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. നമുക്ക് അധികം ടൈമൊന്നും എടുക്കാണ്ട് വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.